ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 10th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്ന് അവസാനിക്കുന്നത്. നമ്മളിന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. 9 പേരിൽ നിന്ന് ചിലപ്പോൾ 1-2 മത്സരാർത്ഥികൾ പുറത്തു പോകും, ഇല്ലെങ്കിൽ ഒരു സിംഗിൾ എവിക്ഷൻ വെച്ച് മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ നമ്മൾ വ്യക്തമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. വളരെ വലിയൊരു മുന്നേറ്റമാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. അതിന്റെ പ്രതിഫലനം എന്ന പോലെ തന്നെ വോട്ടിംഗിലും നല്ലൊരു മുന്നേറ്റം ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്നുണ്ട്. 4,48,233 എന്ന കൂറ്റം വോട്ട് നേടിയാണ് 1ാം പൊസിഷനിൽ തന്നെ ജേതാവായി തുടരുന്നത്. 2ാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിന്റെ ഫാമിലി ഇന്ന് വീട്ടിൽ കയറിയതുപോലെ തന്നെ ജാസ്മിനും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ വോട്ടിങ്ങിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. 3,04,500 വോട്ട് നേടിയാണ് 2ാം പൊസിഷനിൽ തുടരുന്നത്. അഭിഷേകിൽ നിന്ന് പിടിച്ചെടുത്ത 2ാം പൊസിഷൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. 3ാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. അഭിഷേക് ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജാസ്മിനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വോട്ടിന്റെ പിൻബലത്തിലാണ് താൻ പിന്നിലേക്ക് പോയത്. 3,03,100 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ അഭിഷേക്. 4ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വേറെ ഒരു മത്സരാർത്ഥികളും ഇത്രയും മുന്നേറിയില്ല. കാരണം 6ാം പൊസിഷനിൽ കിടന്ന അൻസിബയാണ് ഇപ്പോൾ 4ാം പൊസിഷനിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. 2,99,100 വോട്ട് നേടിയാണ് 4ാം പൊസിഷനിൽ തുടരുന്നത്. 5ാം പൊസിഷനിൽ അർജുനാണുള്ളത്. അൻസിയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്തള്ളപ്പെട്ടതിന് ശേഷം ഒരു ഘട്ടത്തിലും മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവാണ് അർജുൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. 2,88,200 വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6ാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ഋഷി ഇപ്പോൾ ഏകദേശം സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ വോട്ടിങ്ങിൽ അവശേഷിക്കുന്നുള്ളൂ. ഒരു അത്ഭുതമൊന്നും നടന്നില്ലെങ്കിൽ ഋഷി സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. 2,22,670 വോട്ട് നേടി 6ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 7ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. അപ്സര ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് അപ്സര ഇത്രയധികം വോട്ടിംഗ് മുന്നേറ്റം ഉണ്ടായത്. അപ്സരയുടെ ഫാമിലി കയറിയതിനു ശേഷം നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം വോട്ടിങ്ങിലും കണ്ടുവരുന്നുണ്ട്. 2,16,790 വോട്ട് നേടി 7ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 8ാം പൊസിഷനിൽ ശ്രീതു ആണുള്ളത്. ശ്രീതു നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവുണ്ട്. ശ്രീതുവിന് ഇനിയുള്ള മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. കാരണം 8ാം പൊസിഷനായ ഡേഞ്ചർ പൊസിഷനാണ് ഉള്ളത്. ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 2,15,247 വോട്ട് നേടി 8ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 9ാം പൊസിഷനിൽ റസ്മിനാണ്. റസ്മിൻ പുറത്തു പോകുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാം. കാരണം വേറെ അത്ഭുതങ്ങളൊന്നും നടക്കില്ല. 1,45,208 വോട്ട് നേടി ഡേഞ്ചർ സോണിലാണുള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് നിർണായകമല്ല, എന്നിരുന്നാൽ കൂടെ നമുക്ക് നോക്കാം.